MEP ഡിസൈൻ കോഴ്സ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആളുകൾക്ക് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ്, അതായത് നമുക്ക് ക്വാണ്ടിറ്റി സർവേയിങ് സിവിൽ എഞ്ചിനീയേഴ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെയുള്ള ഒരു ഫീൽഡാണ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് എന്നുള്ള ആ ഒരു സെഷൻ. അതായത് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ സമയത്ത് വെറും സ്ട്രക്ചറിലും കാര്യങ്ങളും മാത്രം പോരാ, അതിനകത്ത് വരുന്ന ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഡിസൈൻസ്, മെക്കാനിക്കൽ ഡിസൈൻസ്, പ്ലംബിംഗ് ഡിസൈൻസ്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ വരുന്ന വർക്കുകളും കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഒരു സെഷനാണ് MEP ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മളൊരു NSDC സർട്ടിഫിക്കറ്റോട് കൂടിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ കോഴ്സിന്റെ പ്രത്യേകത നമുക്കറിയാം, ഓൾറെഡി നമ്മൾ എല്ലാ കോഴ്സസും ലൈവ് പ്രോജക്റ്റുകൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതും അതേ ഒരു ഓപ്ഷൻ തന്നെയാണ്. അതായത് നമ്മളൊരു തിയററ്റിക്കൽ സബ്ജക്റ്റ് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നമുക്ക് ലൈവ് ആയിട്ട് കണ്ടു പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസൈൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരുന്നത് നമുക്ക് ഇൻഡസ്ട്രിയിൽ എക്സ്പേർട്സ് ആയ ആളുകളെ, അതായത് മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ലൈവായി പോയിക്കൊണ്ടിരിക്കുന്ന ഓൺ ഗോയിങ് പ്രൊജക്റ്റുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക, ഈ ഒരു ബാച്ചിന്റെ കൂടെ തന്നെ ആഡ് ഓൺ ചെയ്യും. ഈ ഒരു എല്ലാ ഡിസൈനും കാര്യങ്ങളും, അതായത് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടി വരുന്ന മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഡിസൈനും കാര്യങ്ങളൊക്കെ ആ ഒരു കോഴ്സിന്റെ കൂടെ തന്നെ പോകുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ അസൈൻമെന്റ്സും കാര്യങ്ങളുണ്ടാവും. അതിന്റെ ആഡ് ഓൺ ആയിട്ട് നമുക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് നമുക്ക് ആ ഇൻഡസ്ട്രിയിൽ വരുന്ന എല്ലാ ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു പ്ലേസ്മെന്റ് ടീം ഉണ്ട്. ആ പ്ലേസ്മെന്റിൽ പ്ലേസ്മെന്റ് മാനേജർ, പ്ലേസ്മെന്റ് കോർഡിനേറ്റർ ഒക്കെ നമ്മൾ ആ ഒരു സെഷനകത്ത് തന്നെ വരുന്നത്. അപ്പം നിങ്ങളുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടോ ആ രീതിയിൽ നമുക്ക് ഓപ്പണിങ്സ് എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങളുടെ CV സെഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്കറിയാം, കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ CV സെഷനും HR സെഷനും ഉണ്ടാവും. ഈ 2 സെഷനും കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു CV പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഐഡിയ കിട്ടും. അതിനുശേഷം മാത്രമാണ് നമ്മുടെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പം ഈ ഒരു അവസരം ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്നത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞ ആളുകൾക്കാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഈ അവസരം യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ കോഴ്സസിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഫോം ഫില്ല് ചെയ്യുക. നമ്മുടെ അക്കാദമിക് കൺസൾട്ട് വിളിച്ചിട്ട് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അതായത് എത്രത്തോളം വാലിഡിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എത്ര കാലമാണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ, അതുപോലെ തന്നെ എത്രയാണ് ഫീസ്, ഈ സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽസ് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു.